ഹേയ് ഗൈസ്, കല്യാണ തലേന്ന് ഇന്ന് രാവിലെ മുതൽ ഇത്രയും നേരം വരെ ഫുൾ വീട്ടിൽ ബന്ധുക്കളുടെ പ്രവാഹമായിരുന്നു ഗൈസ്. ഞാൻ എല്ലാവരും ടേക്ക് കെയർ ചെയ്യുന്നതിലും എല്ലാവരെയും സംസാരിക്കുന്നതിലും തിരക്കിലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പുടവ കൊടുക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ 8 മണിക്ക് രാത്രി പുടവ കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോകും. ഞാൻ പോകൂല, പയ്യൻ പോവാറില്ല. അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞു. ചടങ്ങ് അങ്ങനെയാണ്. പയ്യന്റെ നാത്തൂനും ഞങ്ങളുടെ ബന്ധുക്കളും ഒക്കെ കൂടെയാണ് പോകുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വീട്ടിലേക്കുള്ള അലങ്കാര പണികളുടെ സ്റ്റാർട്ടിങ്. ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. എന്നിട്ട് നേരെ നമ്മൾ നടന്ന് താഴോട്ട് പോകണം. നന്ദുവേ, നന്ദുവേ, എല്ലാം സെറ്റാടാ. ഗിരീഷണ്ണ, മാമിയെ, ഹലോ. എവിടെ പോവാ? ആണല്ലേ? ആ, നീ സാരി കൊടുക്കാൻ പോവാനേടി? കൂട്ടി എന്തോ എനിക്കറിഞ്ഞൂടാ. മാമി മാമി എന്തോ എനിക്കറിഞ്ഞൂടാ. അണ്ണൻ പൂ കിട്ടിയില്ലേ അച്ഛന്റെ ഫോണിൽ നിന്ന് എന്നെ വിളിക്കാൻ പറഞ്ഞു. ഇതുവരെ വിളിച്ചില്ല. പൂ കിട്ടിയില്ല, കിട്ടിക്കാണുമായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞു നന്ദു ആണ് ഏറ്റെന്ന് പറഞ്ഞു. അതൊന്ന് ഉച്ചയ്ക്ക് പറഞ്ഞു. നോക്കാം. വിനോദ്, വിഷ്ണു, ഹായ് എളിയ. വിൻഡസിന്റെ മുതലാളി. ഇതെല്ലാം ഞങ്ങളുടെ അലങ്കാര പണികളാണ് വീട്ടിൽ. കിട്ടിയാ മാമി? പൂ കിട്ടിയാ? എവിടെ നിന്ന് കിട്ടി? ചക്കാലോക്കുന്നു. ഓക്കെ, സെറ്റാണല്ലോ. ആ, ബാക്കി മാമി വന്നപ്പോ തന്നെ മണം. ആ, നീ വെച്ചിട്ടുണ്ടല്ലേ തലയിൽ പൂ? മതിയാവും. അപ്പൊ ഗൈസ്, കല്യാണ തിരക്കുകളാണ്. എന്തുകൊണ്ടാണ് പയ്യൻ പോവാത്തത് സാരി കൊടുക്കാൻ? പെൺകുട്ടികളുടെ വീട്ടിൽ നാത്തൂമാരാണ്. നമുക്ക് കാരണം ഓരോരുത്തർ ചോദിക്കാം. ഗിരീഷണ്ണ, മാമി എന്താണ് പെൺകുട്ടികൾക്ക് ഇന്നത്തെ കാരണവരായാലും പോണല്ല? ആരാണ്? പിന്നെ സലിംകോച്ചന്. സലിംകോച്ചന് സന്തോഷത്തിന് പോണല്ലേ? കാരണവന്മാരായിട്ട് അങ്ങോട്ട് പോണം. അപ്പൊ എന്റെ അച്ഛനും അമ്മ ഒന്നും വരൂല്ലോ അല്ലേ? ഓ, നമ്മളൊക്കെ ഇവിടെ നിന്ന് ഇവിടത്തെ ഗസ്റ്റുകളെ അക്കോമഡേറ്റ് ചെയ്യും. ഓ ശരിയാണ്. നമ്മളെല്ലാരും പോയി കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഗസ്റ്റുകൾ എന്ത് ചെയ്യും? ലോജിക്കലി ഉള്ളൊരു സാധനമാണ് ഗൈസ് അത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ അവന്മാരെന്തോ പച്ച ലൈറ്റൊക്കെ ഇട്ട് പച്ചിച്ചിരിക്കുന്നു ഗൈസ്. അയ്യോ എന്റെ പൊന്നു, എന്ത് ഭംഗിയായിട്ടിരിക്കുന്നു. കുഞ്ഞമ്മയും പോവുമല്ലോ മക്കളെ. നോക്കട്ടെ, നല്ല ഭംഗിയുണ്ട് ചക്കര. ആ, പിങ്ക്, രണ്ടുപേരും പിങ്കേഷ്. ആ, പിങ്ക്. കുഞ്ഞമ്മ ചോപ്പ്. കൊള്ളാം. ആണ് ഗൈസ്. ഇവിടെ വരുമ്പോഴത്തേക്കും മൊത്തത്തിലൊരു എടാ നീ മുണ്ട കൊടുത്ത ആരടാ? ആ, SI രാജേന്ദ്രനെ പോലെയൊക്കെ ഇരിക്കണം. ആര്? ലാലേട്ടനെന്ന് വിളിക്കണ? ഒരു ചെറിയൊരു ടച്ച് ഉണ്ടല്ലേ? ആണല്ലേ? ഇത് ജിതിനാണ് അളിയ. എടാ അണ്ണാ, ജിതിൻ ചോദിച്ച് നിങ്ങൾക്ക് ഇവനെ ഓർമ്മ കാണുമെന്ന്. ഞാനും യവനും വിഷ്ണുത്തും ഒക്കെ കേടാണ് ആദ്യത്തെ കാവടിയാണ് അല്ലേടാ ജിതിനെ? വർഷങ്ങളായി. അനീസെ അളിയ ഗൈസ്, അനീസ് നമ്മളോട് സ്കൂളിൽ പഠിച്ചാണ്. ഇപ്പൊ നീ കോൺസ്റ്റബിൾ ആയല്ലേടാ? സല്യൂട്ട് ചോദിക്കണമെങ്കിൽ ഇവിടെ സോനു എന്റെ മൂക്കാൻ വേണ്ടി എടുത്ത് കലയിക്കണം. ഇവിടെ ഫുൾ തിരക്കായി കേട്ടാ. നമസ്കാരം. ഓ, മാമനും പുടവ കൊടുക്കാൻ പോകണുണ്ടാ? ആ, ഓക്കെ. നമസ്കാരം. വല്യച്ചി പുടവ കൊടുക്കാൻ പോകണുണ്ടാ? ഇല്ലല്ലോ, രാത്രി. ആ, വേറെ പുടവ കൊടുപ്പാണ്. എടേ, നിങ്ങൾ റെഡിയാണോ പുടവ കൊടുക്കാൻ പോവാൻ? എടാ, അവിടെ പോയി അടിപൊളി ആയിക്കണം കേട്ടാ. നമ്മള് പയ്യന്റെ വീട്ടുകാർ നമ്മള് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് പോണം. ഓക്കെ. പിന്നല്ലാതെ പിപി എവിടെ? എന്റെ ഷുണ്ടാപ്പി മക്കളെ, നീ പുടവ കൊടുക്കാൻ പോകണുണ്ടാ? ഇല്ലല്ലേ? ആ, ഇന്നലെ രാത്രി ഉണ്ടല്ലോ ഗൈസ്, വ്ളോഗും പോഡ്കാസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് 3 എവളും പാറുവും ശരണ്യം കൂടെ ചേർന്ന് എന്നെ ഉപദേശിച്ചായിരുന്നു. പക്ഷെ നന്നായി, ഞാൻ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി അതൊന്നും ഉപയോഗിക്കൂല. എടി എന്തുവാടി ഇവിടെ നിങ്ങൾ ഉണ്ടെണ്ണ കൂടെ? കൊച്ചിന്റെ അച്ഛനാ ഇതുവരെ നന്നായില്ല. അതവൻ നന്നാവും നിനക്ക് തോന്നണുണ്ടോ? ഒരു കൊച്ചിന്റെ അമ്മ ഇവക്കൊല്ല മാറ്റം ഉണ്ടോ? ഇല്ല. ഓ, അങ്ങടെ ബുക്കുടൂ കണ്ണാ. പെങ്കൊച്ച് ഇവളല്ലേടാ അമ്മ. ഞാൻ ആദ്യം എന്താടി മക്കളെ? ആ,
ഇതും കൂടി നിന്റെ അച്ഛന്റെ ഉണ്ടല്ലോ ഇതുപോലത്തെ അച്ഛന്റെ നട് ജോലി വീട്ടില് ആ അതുകൊണ്ടല്ല മാമിമാരും കുഞ്ഞമ്മമാരും വല്യമ്മമാരും ഓ എല്ലാരും ഭയങ്കര പളപളാന്നിരിക്കുന്ന കേട്ടോ എല്ലാരും. അപ്പച്ചി ഓ അല്ല ഞാൻ അപ്പച്ചിമാരും ഓ എല്ലാരും ഉണ്ട് ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. മക്കളെ നോക്കട്ടെ നിന്റെ ഔട്ട്ഫിറ്റ്. ഓ കൊള്ളാം. ഇതാണ് നിന്റെ ഊട്ടിട് അല്ലേ? നീ ഇതൊക്കെ എവിടെ നൊപ്പിച്ചടാ എന്നോട് കൂടെ? എന്താണ് നീ അങ്ങനെ ഒരു ചിരി ആണാ? ഓയ്യോ സുഹൃത്തുക്കളെ, എന്റെ പെങ്ങളും ഒരുങ്ങി നിന്നേക്കുന്നു. അപ്പം നീ അല്ലേ പടം കൊടുക്കാൻ പോണ? അടിപൊളിയായിട്ട് കൊടുക്കണം കേട്ടാ. ഓക്കെ എടാ, അടിപൊളി എല്ലാവരും ഭയങ്കര രസം എല്ലാവരെയും കാണാൻ. സുരജാൻറ്റി ഇരുന്നോ ഓടിക്കളഞ്ഞ്. ശാന്തമ്മോ ക്ഷീണമൊന്നുമില്ലല്ലോ. രണ്ട് സഹോദരിമാരെ ഒരേ ഫ്രെയിമിൽ കാണിച്ചു സുഹൃത്തുക്കളെ. ആച്ചിയമ്മ എവിടെ? ആച്ചിയമ്മ അപ്പുറത്തുണ്ടാ? ഉമ്മച്ചിയെ ക്ഷീണമൊന്നുമില്ലല്ലോ. നോക്ക് അടിപൊളിയല്ലേ പരിപാടിയൊക്കെ? ഓക്കെ സെറ്റ്. ഓ സുഹൃത്തുക്കളെ ക്യൂട്ടോസ്കി അങ്ങനെ അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് ആള്, ഇതാണ് നമ്മുടെ ഡേഞ്ചർ പോയിന്റ്. അയ്യോടാ അയാളെ ഭയങ്കര ക്യൂട്ടടാ ഈ ഫ്രെയിം. മക്കളെ ഇത് കാണണ്ടാ നീ? ക്യൂട്ട് ഫ്രെയിം. ആഹാ അതല്ല മത്തം കുത്തിയ കുമ്പളം രണ്ടുപേരും യോ വളർന്ന് വലുതാട്ടോ. അപ്പൊ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഫ്രെയിം കൂടെ എടുത്തു വെച്ചേക്കാം കൊച്ചച്ഛന്റെ കൂടെ. മാമി എങ്ങനെയുണ്ട് വീടൊക്കെ? ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് പറഞ്ഞത്? മാമ ഇവിടെ? ഓക്കെ അകത്തോട്ട് കയറണില്ലേ? ബാ സുഹൃത്തുക്കളെ, ശരണ്യ എത്തിയിരിക്കുന്നു. എടി കല്യാണോട്ടം. അതെ ഇവൾ ഓടിയത്. പക്ഷെ എന്റെ ചെരുപ്പല്ലേടി നാളത്തെ മറ്റന്നാളത്തെ ചെരുപ്പ്, വർഷയുടെ ചെരുപ്പ്. ഫാഷൻ ബ്ലോഗർ ഇന്ന് മൊത്തത്തിൽ ഓട്ടോ വരുന്നു. പിന്നെ അവളുടെ അച്ഛനും ഒന്നും വന്നില്ലേ അവര്? ഓക്കെ മൊത്തത്തിൽ കളറാക്കായിരുന്നു. അവിടെ പെട്ടെന്ന് മാറി. ഇവര് 8 മണിക്ക് ഇറങ്ങി. ഇങ്ങനെ ഇറങ്ങാൻ തൽക്കാലം. ഓ എന്തൊക്കെ തിരക്കല്ലേടി. സത്യം പെങ്ങളുടെ പണിയൊക്കെ അവൾ എടുക്കുകയാണ് സുഹൃത്തുക്കളെ. ഇല്ലെങ്കിലും നമ്മൾ ഒപ്പിച്ചത്. ഈ ഏരിയയിലാണ് നമ്മൾ എല്ലാവർക്കും ഫുഡ് അറേഞ്ച് ചെയ്തേക്കണത്. അപ്പൊ അവിടുത്തെ ഓട്ടപ്പാച്ചിൽ കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കും. ഇവിടെയൊക്കെ നമ്മൾ ചെറിയ അലങ്കാര പണികളൊക്കെ ഇട്ടുകൊണ്ട് അവിടെ ഒരു പച്ച കളർ ലൈറ്റ് കത്തണോ നിങ്ങൾക്ക്? അവിടെ എന്തോ ഒരു ലൈറ്റ് വെച്ചിട്ട് ആ മരത്തിന്റെ മണ്ടയിലോട്ട് അടിക്കുകയാണ്. ഇങ്ങനെയാണ് ഗൈസ് അപ്പൊ ഇപ്പോഴത്തെ വീട്ടിലെ ഓളം. എന്തുവേ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുത്തല്ലേടാ? നമ്മളല്ലേ ആക്ച്വലി നീ അച്ഛനും കൂടാ. ശരി എല്ലാരും കൂടെ വന്നപ്പോ ഒരു ഓളം ഉണ്ടല്ലേടാ ഇവിടെ? ഇനി മണി ഇപ്പം ആവുന്നേ ഉള്ളൂ, 8 മണി ആവുന്നേ ഉള്ളൂ. പിന്നെ ഒരു 9-10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ. ഇവിടെ നിന്ന് എനിക്ക് 8:30 ആകുമ്പോഴത്തേക്കും അങ്ങോട്ട് ഇറങ്ങും അല്ലേ? ഇവരോ 8 മണിക്ക് ശേഷം 8 മണിക്ക്. ഇപ്പൊ എത്ര? 8 മണിയായി. 8 മണിയായി. ഇപ്പൊ എല്ലാരും വന്ന് എല്ലാരും കൂടെ കൊണ്ടുപോകും. അഭിനന്ദ് നമ്മളെ കൂട്ടാനാണ്. അവനാണ് ബസ്സും കൊണ്ട് വന്നേക്കണത്. അപ്പൊ 25 പേരെ പറഞ്ഞപ്പോ 50 പേരെ ബസ്സും കൊണ്ട് വന്നേക്കാണ്. 25 പേരുടെ പൈസ തന്നാതിയാണ് അത്. അയ്യോ അതെ നിങ്ങൾ രണ്ടുപേരും അല്ലേ കാരണവന്മാരായിട്ട് പോണത്? ഓക്കെ അപ്പൊ അവിടെ ചെന്നിട്ട് എന്താ പരിപാടി? അത് മതി. ഒരു പരിപാടി ഇല്ലേ? അനുഗ്രഹ ഡാൻസ് ആയിട്ട് ഇറക്കും. എന്നിട്ട് അനുഗ്രഹം കൊടുത്തിട്ട് ആണല്ലേ? ഇത് പോണേനൊക്കെ ഓരോ മുറ ഉണ്ടല്ലേടാ? ഓ അതെ രണ്ടുപേര്, സലിം കൊച്ചനും സന്തോഷ് കൊച്ചനും. ഞാനിതെല്ലാം പഠിച്ചിട്ടാ വന്നത്. കാരണം എന്താ എനിക്ക് റിഹേഴ്സൽ വേണ്ടെന്നുള്ളായിരുന്നു. എല്ലാ കാര്യങ്ങളും നാളെ കാണിക്കാം. കാവിലെ പാട്ട് മത്സരത്തിന് കാണാന്നൊക്കെ 4000 പേരെ പരിപാടി പൊളിക്കാൻ എന്തായാലും ഡാൻസ്. ഇന്നത്തെ പരിപാടി ആദ്യം കഴിഞ്ഞിട്ട് റിഹേഴ്സലല്ലേ. അപ്പം നമ്മള് ഇവിടെ തന്നെ ഇരിക്കും അല്ലേ? നമുക്കിവിടെ ആൾക്കാർ വരുമ്പോ എല്ലാരും നിന്നെ കാണുമല്ലോ. കാണാൻ പറഞ്ഞല്ലേ. ഫുഡ് നോക്കണ്ടേ? ഓ ഫുഡ് എന്തിനാണെന്ന് നോക്കാടാ. ഗൈസ് നമ്മള് നമ്മുടെ ഇവിടെയൊക്കെ തലേദിവസം വെജാണ് അല്ലേടാ കൊടുക്കുന്നത്? വെജാണ്, നോൺ വെജ് ഇല്ല ഗൈസ്. നാളെ ഫുൾ നോൺ. നാളെ ഇനി മുതൽ അങ്ങോട്ടുള്ള എല്ലാ ദിവസവും നോൺ വെജ്. ഇപ്പോഴത്തെ കാണിച്ചു തന്നേടാ എന്തൊക്കെയാണെന്ന് സുഹൃത്തുക്കളെ. ലൈവായിട്ട് ഇപ്പോൾ അവിടെ അവർ അപ്പം പൊരിക്കുന്നുണ്ട്. ഇവിടെ അപ്പം, ഉരുളക്കിഴങ്ങ് കുറുമ, പിന്നെ വട ആൻഡ് ചമ്മന്തി. സിമ്പിളായിട്ടുള്ള ഒരു ഫുഡ്. നീ ഇവിടെ ഉണ്ടായിരുന്നോടാ? നിനക്ക് സുഖമല്ലേടാ? നല്ലടാ. ഉച്ചത്തെ ഞാൻ കഴിച്ച് സദ്യ. ഉച്ചത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. രാത്രിത്തെ കഴിച്ചു നോക്കാം. ഇതുവരെയുള്ള പരിപാടിയൊക്കെ കൊള്ളാം. കഴിച്ചവരെല്ലാവരും നല്ല അഭിപ്രായം. കഴിച്ചവരെല്ലാം നല്ല അഭിപ്രായം. നല്ല ഫുഡ്. മാമനാണ് ഇവിടുത്തെ കോർഡിനേറ്റർ. മാമന്റെ അടുത്ത് എങ്ങനെയുണ്ട് ഫുഡ്? മര്യാദക്ക് ഞാൻ സൈഡ് ചെയ്തപ്പോ നിനക്ക് പിടിച്ചില്ലേടാ? മാമനാണ് കാര്യങ്ങൾ. ഒരു ഫുഡൊക്കെ അടിപൊളിയല്ലേ?
ഇനി ഇവിടെ നമ്മള് എപ്പം മുതൽ തുടങ്ങും ഇവിടെ കഴിക്കാനായിട്ട്? ആ ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. ഞാൻ ഇനിയിപ്പോൾ അതൊക്കെ അങ്ങോട്ട് പോട്ടെ ഗൈസ്. എന്തരടി ട്യൂഷൻ? നിന്നോട് ട്യൂഷൻ പഠിച്ചിട്ടുണ്ടോ? ആണോ? അതെത്ര അങ്ങനെ ഒരു ടോക്ക് ഗിരീഷണ്ണ? എന്താണ് ഒരു കള്ള ലക്ഷണം? ഗിരീഷ് പഠിക്കാൻ വേണ്ടത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ചില കാലം പഠിക്കാൻ പറ്റുന്ന വിഷമം. ഓഹോ, ശ്രീകല മേഡത്തിന്റെ അവിടെ കൊച്ചിലെ വരുന്ന കാര്യങ്ങൾ പറഞ്ഞു. സൈക്കിള് ആണോ? സൈക്കിളിൽ ആൾക്കാരെ ഇടിച്ചു കൊല്ലക്കം. ആരാ ഇവന്? തെങ്ങില്ല അറിയാത്തോണ്ടാ. ഗിരീഷണ്ണല്ലേ പ്ലാവിനെ മുട്ടി കിടന്ന് പിടിച്ചിടന്നത്. എന്താ ഇവിടെ നിങ്ങൾ സംസാരിച്ചു? എനിക്കൊന്നും കിട്ടുന്നില്ല. പഴയ ഓർമ്മകൾ അയവിറക്കായിരുന്നു. ഒരുപാട് ഓർമ്മകൾ എനിക്കും ഗിരീഷണ്ണുണ്ട്. ആണല്ലേടാ? ആ ആ, കുറച്ച് ഓർമ്മകളൊക്കെ എനിക്കറിയാം. ഒരുപാട് ഓർമ്മകളുണ്ട്. ആണല്ലേ? ഗിരീഷണ്ണനും ഉണ്ട്, എനിക്കുണ്ട്. അല്ലെ വിഷ്ണു, എന്താണ് നാളെ നീ ഫുൾ ടൈം കാണൂല്ലോ? പിന്നെ നാളെ ലീവ്. ആ, മറ്റന്നാൾ മറ്റേ റിസപ്ഷനും കാണുമല്ലോ ഫുള്ള്. ആ ഓക്കെ, ലീവ് എടുക്കണ്ട. കേരളത്തില് പൈറേറ്റഡ് സെറ്റ് മൂവീസ് കൊണ്ടുവരുതെന്നുള്ള ഒറ്റ ലക്ഷ്യത്തില് മുന്നേറിക്കൊണ്ട ഒരാളാണത്. പൈറേറ്റഡ് സിനിമ ഇറക്കാൻ കിട്ടിയ സമ്മതിക്കില്ലായിരുന്നു. ആണല്ലേ? പിന്നെ തങ്കപ്പട അഞ്ചനായിരുന്നു. മോൻ നോക്കിച്ചോ, നീ കാണത്തില്ലായിരുന്നല്ലോ. സമ്മതിക്കില്ല. അന്നെന്ന് പറഞ്ഞ ഇപ്പം പൃഥ്വിരാജൊക്കെ തൊഴിവേണ്ട ആളാണ്. അതുകൊണ്ട് മാത്രം എത്ര പടങ്ങൾ ചെയ്ത തിയേറ്ററിൽ ആത്മാർത്ഥം ശ്രമിച്ചു. സ്വിഗ്ഗിയാ? അടുത്തുള്ള എല്ലാരും ഓർഡർ ചെയ്യണം. പൈറേറ്റഡ് കേസിന്റെ മുഖ്യ കണ്ണിയെ പിടികൂടി. എടാ പോടാ, ഇതെല്ലാം വെറും തികച്ച് സാങ്കല്പിക മാത്രമാണ് സുഹൃത്തുക്കള്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ല കനമുള്ള ഗിഫ്റ്റ്. അമ്മച്ചി, ഈ ഏരിയ നമ്മൾ തൽക്കാലത്തേക്ക് ഗിഫ്റ്റുകൾ വെക്കാനായിട്ട് വെച്ചേക്കാ ഗൈസ്. അമ്മ നല്ല കനം. എന്തിനാണ് എന്തോ അതിനകത്ത്. മക്കളെ സുഖമാണോ നിനക്ക്? നിനക്കറിയാവനാ? ആഹാ, ചങ്കൾ ഇപ്പൊ ആയതല്ലേ? ആണോ? നമ്മൾ ഇന്നലെ സെറ്റാണ്. എടാ നീ എവിടെയായിരുന്നു? നിന്നെ കാണാനില്ലല്ലോ ഇപ്പം. മഞ്ജു ചേച്ചി നാളെ വരും. ബിബിൻ ജോർജ്, രമേഷ് പിഷാരടി, സാബു അണ്ണായി. സാബുണ്ണ റിസപ്ഷൻ വരും. ഇറങ്ങാൻ പോവാണോ? ഓക്കെ ഓക്കെ ഓക്കെ. പുടവ് എടുക്കാനായിട്ടുള്ള പ്ലാനുകളിലാണ് സുഹൃത്തുക്കളെ. ആ അതെ, നീ ചെല്ല്, എല്ലാവരും ചെല്ല്. 3 നാത്തൂമാര് റെഡി ആയിട്ട് കാണാം മക്കളെ. 3 പേരും ഭയങ്കര രസമുണ്ടോ, നല്ല ഭംഗിയുണ്ട്, സുന്ദരികളായിട്ടുണ്ട്. കണ്ണു വയ്ക്കാതിരിക്കട്ടെ ആരും. 3 പേരും കൂടി നല്ല മനസ്സോടെ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ദീർഘസുഖങ്കിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഘ്നങ്ങളും വരുത്തരുതെന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഏൽപ്പിക്കണം. തിരിഞ്ഞു നോക്കല്ലേ? ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് കറങ്ങി അവിടെ വന്നിട്ട് എന്നെ നിൽക്കാല്ലേ? തിരിഞ്ഞു നോക്കാതെ പോ. ഒരാൾ പിടിച്ചു ഐശ്വര്യ പിടിക്കേ. ലൈനായിട്ട് പോകുന്നു ഞങ്ങൾ എല്ലാവരും. നല്ലതായിട്ട് അടുത്താണ് ഭഗവാനെ. നാത്തൂമാർ ഗ്യാങ്, നാത്തൂമാരുടെ ഗ്യാങ്ങടാ. ആ കിങ്ങിണി, നീ എപ്പോ എത്തിയടി? എടാ നീ മേക്കപ്പ് അമ്മയൊക്കെ എന്തോ ഇതൊക്കെ ചെയ്തു ആണാ? ആക്കിയാ? പക്ഷെ ഞാൻ വേണ്ടി നീ ഇതൊക്കെ ചെയ്ത് കുളമാക്കുമെന്ന്. ചുമ്മാ എനിക്കറിയാം അവള് മിടിക്കുകയാണെന്ന്. എന്നല്ല ഞാൻ വേറെ ആരെ ആക്കായിട്ട്. ഇവനും തൂറ്റിയടാ. ഹലോ, ഞാടാ നില്ലടാ മക്കളെ. അയ്യോ, ജയലക്ഷ്മിയുടെ മോനെ ഓർമ്മ വന്ന സുഹൃത്തുക്കളെ എനിക്ക് പെട്ടെന്ന്. അങ്ങനെ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ വീട്ടിൽ നിന്ന്. എൻ്റെ പിള്ളേരെയും എൻ്റെ ഫാമിലി എല്ലാം കൂടെ നമ്മളൊക്കെ ഓരോ വണ്ടി വരെ കൊണ്ടായി കൊടുക്കാം. ഓക്കെ, എനിക്ക് ഭയങ്കര സന്തോഷം ഗൈസ്. എൻ്റെ അളിയൻ്റെ വണ്ടി എത്തും. ഇതാണല്ലേ അപ്പൊ അഭിനന്ദ് വാങ്ങിച്ച ബസ്. എടാ അഭിനന്ദിന്റെ ബസ് അല്ലേടാ? സൊള്ളേ എടാ അവ എവിടെയാടാ? നന്ദു എവിടെയാടാ? നാത്തൂന്മാര് 3 പേരും ആദ്യം കയറുക. പോയിട്ട് നോക്കളെ. വല്യമ്മ, മാമിയെ, കുഞ്ഞമ്മോ, മാമിയല്ലേ ഇത്? കുഞ്ഞമ്മ തന്നെ. കുഞ്ഞമ്മ ഏറ്റവും മൂത്ത കുഞ്ഞമ്മ, എൻ്റെ ഇളയ കുഞ്ഞമ്മ. നീ കുഞ്ഞമ്മയല്ല, കയറിക്കോ നീ. അപ്പച്ചിമാരുടെ ഗ്യാങ്. അപ്പച്ചി ഹലോ അപ്പച്ചി. ആ മോൻ കാണാനായിട്ട് വിളിച്ചു. മക്കളെ എടി നിന്നെ കണ്ടില്ലേ? ബിന്ദു അപ്പച്ചിയുടെ മോളാണ്. ഇല്ലടി കട്ട് ചെയ്തേ. കല കുഞ്ഞമ്മ കൊച്ചച്ച. കാരണം എടാ
ആ കേറ അമ്പൂറ്റി നിങ്ങൾ കയറിക്കോ, ഞങ്ങൾ കാരണന്മാർ പിന്നെ കയറിക്കോളാം. അല്ലല്ല കാരണവർ ഇതാ നിക്കണേ എടാ പോടാ. ഇവർ രണ്ടുപേരാണ് കാരണവരായിട്ട് പോണത്. കുഴപ്പമില്ല മക്കള്, നീ എപ്പോ എത്തി? പോയിട്ട് വാ. നിന്റെ ഫോണ് എടി കുറച്ച് ക്ലിപ്പ് എടുത്ത് വെച്ചേക്കോ, ലാസ്റ്റ് കാണിക്കാൻ. ആ ഓക്കെ ശരി ശരി ശരി. നിങ്ങൾ കേറണ്ടേ? ആ എല്ലാരും കേറിയില്ലേ? അഭിനന്ദ് നമ്മുടെ കൂടെ സ്കൂളിൽ പഠിച്ചതാണ് ഗൈസ്. അത് LKG മുതൽ 10 വരെ ഉണ്ടായിരുന്നല്ലോ അഭിനന്ദ്? 10 വരെ ഉണ്ടായിരുന്നു. ഷോ എന്നാലും ഇപ്പൊ ഒരു ബസ് മുതലാളിയൊക്കെ ആയല്ലോ. കുറെ ഉണ്ടല്ലേ? ആ മിടുക്ക്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ബസ് യാത്രയാവുകയാണ് സുഹൃത്തുക്കളെ. ഇതെന്തോന്ന് വലിയ ജ്യൂസാ? ആഹാ ആ ഓക്കെ കൊള്ളാം. എല്ലാവരും സെറ്റ് അല്ലേ? ഡൺ. പാട്ടൊക്കെ ഇട്ട് പൊളിച്ച് പോയിട്ട് കേട്ടാ. ഓക്കെ അടിപൊളിയാക്കിട്ടോ. പയ്യന്റെ വീട്ടുകാർ പവറാക്കിട്ട് പറഞ്ഞോട്ടോ. അതിന്റെ ഇടയിൽ കൂടെ പോയടങ്ങോട്ട്. ടാറ്റാ. ആഹാ കൊള്ളാല്ലേ? ടൂറ് പോകും പോലെ പോയേക്കണ്. വണ്ടി കറക്റ്റ് ആയില്ലടാ. അഭിനന്ദിന് അറിയാം കൃത്യമായിട്ട്. നമ്മൾ 25 പറഞ്ഞപ്പോ 50 കൊണ്ടുവന്ന് 50 പേരും കയറി പൊളിച്ച് കേസ്. ഓക്കെ ഇനി ഞങ്ങൾ പതുക്കെ വീട്ടിലോട്ട് ചലിക്കട്ടെ കേസ്. എനിക്ക് എന്തോ ഭയങ്കര ഒരു സന്തോഷം. വരൂ വീട്ടിലേക്ക് വരൂ. ഇതെങ്ങനെയുണ്ടമ്മ? കൊള്ളാം അല്ലേ? നന്ദു പറഞ്ഞ് സെറ്റാക്കിയതാണ് അതൊക്കെ. ഇനി അവിടെ ചെന്നിട്ട് എന്തോന്നാണ് അമ്മ ചടങ്ങ്? സാരി അവർക്ക് കൊടുക്കുന്നു. ഓക്കെ അപ്പോൾ ഒരു സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നാത്തുമാർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും. ഓ അത് അവരും സ്വീകരിച്ച് ചില്ലാണ് പിന്നെ. അതിനുശേഷം ഫുഡ് കഴിച്ച് സന്തോഷത്തോടു കൂടി തിരിച്ചു വരുന്നു. ഇത്രേ ഉള്ളൂ. അതെ. അപ്പോൾ നമ്മളിവിടെ നമുക്ക് വരുന്ന ഗസ്റ്റുകൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ഇവിടെ നമ്മളിവിടെ ചില്ലടിക്കുന്നു. അപ്പം ഫുൾ കംപ്ലീറ്റ്ലി ഒരു ചിൽ ഡേ ആണ് ഗൈസ്. അപ്പോൾ അവിടെ ഇന്ന് സ്റ്റാർ ഓഫ് ദ ഷോ വർഷയാണ്. അപ്പോൾ അവളെ കാണാനാണ് ഇന്ന് അവിടെ കംപ്ലീറ്റ് ആൾ വരുന്നത്. അവൾക്കുള്ള ഗിഫ്റ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ. അടിപൊളിയായിരിക്കും. അവൾ എൻജോയ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ എന്തായാലും നമുക്ക് ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് ചില്ലടിക്കാം. ഓ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ ഇവിടെ? വെൽക്കം ടു ദ ബിഗിനിങ് ഓഫ് എ ലൈഫ് ടൈം. ഞാനും പക്ഷെ അവിടെ കൊടയും പിടിച്ചിരിക്കുന്നു. കാർത്തിക് സൂര്യ. അത് കൊള്ളാം കേട്ടാ. ആള് വന്നോണ്ടിരിക്കണം അപ്പാ അതൊട്ടല്ല. എടാ ഇത് നിങ്ങൾ കണ്ടായിരുന്നാടാ? കണ്ടായിരുന്നാ? ഞാൻ മാത്രമേ കാണാവുള്ളൂ. പക്ഷെ കൊള്ളാം അല്ലേ? എടാ ഇത് നീ കണ്ടായിരുന്നാടാ ഇതിനെ? നിങ്ങളെല്ലാം കണ്ടല്ലേ? ആണാ? കൊള്ളാടാ. കൊള്ളാം അല്ലേ? നല്ല രസമുണ്ട്. മൊത്തത്തിലൊരു പഴയ ഇന്നലെ ഒരു കമന്റ് ഉണ്ട്, ഒരു 90s കല്യാണ ആംബിയൻസ്. സത്യം ഗൈസ് ഒരു പഴയ കാലഘട്ടത്തിലോട്ട് കടന്നു എന്ന പോലത്തെ ഒരു ഫീൽ തന്നെയാണ് എനിക്ക്. ഡയറ്റ് വിട്ടൊരു കളിയില്ലാത്ത ഞാനാണ്. ഇപ്പോൾ എന്തെങ്കിലും തിന്നായിരുന്നു വിശക്കണടാ. അല്ലെങ്കിൽ പിന്നെ ഇനി അൽഫാം വാങ്ങേണ്ടി വരും. ആണല്ലേ? ഇത് ആരാ വന്നേക്കുന്നു നോക്കൂ സുഹൃത്തുക്കളെ. വലിയ അമ്മ ചേച്ചി അനുവേ കഴി നമുക്കിത് കഴിഞ്ഞിട്ടിരിക്കാം, സമ്മാനമായിട്ട് സംസാരിക്കാം. ആദ്യം അന്നനാളത്തിലെ തീയൊന്ന് അണച്ചിട്ട് വരട്ടെ സുഹൃത്തുക്കളെ. ഞാൻ ഗൈസ് നാളത്തെ കല്യാണ ലൈവ് സ്ട്രീം പോകാനായിട്ടുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇതാ സന്തോഷ് മച്ചാൻ വന്നേക്കുന്നു. അങ്ങ് എറണാകുളത്തുനിന്ന് എൻ്റെ കല്യാണ കോടിയുമായി. കല്യാണ കോടി ഇട്ടത് നാളെ കാണിച്ചാൽ ഞാൻ ഇതൊന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് വരട്ടെ ഗൈസ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് നമ്മളിത് ഇൻട്രപ്റ്റ് ആണെന്ന് പറയും. കാരണം ഒരു സൈഡിൽ കൂടെ ബന്ധുക്കൾ വരുന്നു, ഒരു സൈഡിൽ കൂടെ നാളത്തെ പരിപാടികൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടക്കുന്നു. അങ്ങനെ കുറച്ച് ബിസി ആയി പോയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ബ്ലോഗിലോട്ട് വരാം ഗൈസ്. ഷരുവിൻ്റെ കോള് വന്ന് പുടവ കൊടുത്ത് അതെല്ലാം കഴിഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഇവിടെ ഉള്ളവരൊക്കെ ഓൾമോസ്റ്റ് ഫുഡ് കഴിച്ച് സെറ്റായി ഇറങ്ങി. ഇപ്പോഴാണ് നോക്കൂ സുഹൃത്തുക്കളെ എൻ്റെ ശ്യാമണ്ണൻ വന്നിരിക്കുന്നു. ശ്യാമണ്ണ ഹായ്. ബാ ഗൈസ്. ഒന്നുമില്ല, ജസ്റ്റ് മറ്റേ കുറച്ച് ചെറിയൊരു ടച്ചപ്പ്. അപ്പോൾ അണ്ണനെ വിളിച്ചപ്പോൾ അണ്ണൻ കടയടച്ചിട്ട് ഓടി വന്നു. എൻ്റെ ചക്കരയാണ്. ഓക്കെ ഞങ്ങൾ ഇതൊക്കെ ഇവിടെ നിന്ന് ഇന്റർകട്ടൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ട് വരാവേ ഗൈസ്. ഷേപ്പ് ചെയ്തോണ്ടിരുന്നപ്പോ എല്ലാവരും വന്നു. ഡേ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടിയൊക്കെ അവിടത്തെ? അവളെ കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നോ? അപ്പച്ചി എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ പരിപാടിയൊക്കെ? കൊള്ളായിരുന്നോ? എല്ലാം അടിപൊളിയായിട്ട് നടന്നില്ലേ? അവളെങ്ങനെ ഉണ്ടായിരുന്നു? 2-3 പേര് ചിക്കൻ കഴിക്കാൻ വേണ്ടി മാത്രം വന്നിട്ടുണ്ട്. ഞാൻ അതാണ് ചോദിച്ചത്. അവൾ എങ്ങനെ ഉണ്ടായിരുന്നു? 2-3 പേര് ചിക്കൻ തിന്നാൻ വന്നിട്ടുണ്ടായിരുന്നു. എടി മാക്രി എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? നല്ല സുന്ദരി കുട്ടിയുടെ ഡാൻസ് കളിച്ചാ നിങ്ങളൊക്കെ? ഈ ക്ലിപ്പ് എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടോ? ആ ഓക്കെ ഗൈസ്, ആ ക്ലിപ്പ് ഞാൻ വീഡിയോയിൽ കാണിച്ചത്. നീ വ്ളോഗായിട്ടാണ് എടുത്തത്? നിനക്ക് വേണ്ടി ക്ലിപ്സ്
ക്ലിപ്സ് എടുത്ത് ഓക്കെ അടുത്ത കലാദിനാകുമ്പോൾ അത് കണ്ട് ഞാൻ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ ചിക്കൻ അടിയായിരുന്നു. ഞങ്ങക്ക് നല്ല ചിക്കൻ വറുത്തത്, ചിക്കൻ കറി, കൊള്ളായിരുന്നു അല്ലേ? ഫുഡൊക്കെ നല്ല നല്ല രീതി അവര് കഴിക്കാൻ വേണ്ടി മാത്രം 3 അവര് നല്ല രീതി കയറി നമ്മുടെ കാണിച്ചു തരാം. എടി കളറായി. അവള് നീല ഉടുപ്പല്ലേ എടി ഇട്ടത്? നീല നല്ല സുന്ദരി കുട്ടിയായിരുന്നു. പ്രിൻസസിനെ പോലെ ഉണ്ടായി. അജ്ജടാ. ആ മകളെ നിങ്ങളെ ഞാൻ എടുത്ത് ഇന്നലെ എടുത്ത് നമ്മൾ അതെ ഇന്നത്തെ താരോ എങ്ങനെ ഉണ്ടായിരുന്നു വർഷം കാണാൻ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവളുടെ മേക്കപ്പും അയ്യോടാ സാരിയെ കൊടുത്തപ്പോ ഹാപ്പി ആയ? അടിപൊളി അടിപൊളി. വല്യമ്മ എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ പരിപാടി? സെറ്റല്ലായിരുന്നോ? അടിപൊളി ഡൺ. അത് കേട്ടാ മതി. കുഞ്ഞമ്മ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ? സെറ്റല്ലേ എല്ലാം? ആ എടി എങ്ങനെ ഉണ്ടായിരുന്നു എടി? നമ്മുടെ അഭിമാനം കാത്തില്ലേ നിങ്ങള്? ഡാൻസ് കളിച്ചാടാ? ആണോ? ഡാൻസ് ആയിരുന്നു. ചേ ഇതിൽ ഞങ്ങളുടെ 3 കുഞ്ഞമ്മമാരും കൂടെ നിന്നൊരു ഫോട്ടോ എടുത്താണ്. എടുക്കാം ബാ എടുക്കാം. മക്കളെ നീ എന്നാ ലേറ്റ് ആയി പോയല്ലേടി? മിടുക്കി. അത് കേട്ടാ മതി എനിക്ക്. നല്ല സുന്ദരിയായിട്ട് ഞാൻ ചോദിക്കാതെ ഒരാളെങ്കിലും എന്റെ അടുത്ത് പറഞ്ഞല്ലോ. വല്യമ്മ ഇവിടെ ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നു. അവരിവിടെ ചില്ലിങ് ആയിരുന്നു. ആണോ? ഡാൻസ് ഒക്കെ കളിച്ചല്ലേ നിങ്ങള്? അടിപൊളി. പിന്നെ അല്ല ഇനി എന്ത് വേണം നമുക്ക്? എല്ലാരുമായിട്ട് പരിചയപ്പെട്ടല്ലേ? ആ മാമ എന്റെ കൊച്ചച്ച ഡാൻസ് കളിച്ചല്ലേ? സന്തോഷം വെച്ച ഞാൻ വന്നപ്പോഴേ ചിക്കൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. വീണ്ടും വന്നു. നമുക്ക് പൊളിക്കാം. ഇല്ല ഞാൻ താടി സെറ്റാക്കി ഞാൻ തീർത്തിട്ട് വരാവേ. താടി ഒന്ന് പോയി ഫിനിഷ് ചെയ്തിട്ട് ഞാൻ വരാൻ കേസ്. എന്നിട്ട് ശരണ്യയുടെ വീഡിയോ വാങ്ങിച്ചിട്ട് ഞാൻ കണ്ടു നോക്കാവേ. കൊച്ചെടുക്കാം ഭംഗിയുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു കേട്ടാ. ഞാൻ പോയി ചെയ്തിട്ട് വരാം ഗൈസ്. ഞാൻ സെറ്റപ്പായി ഇറങ്ങിയിരിക്കുന്നു. താങ്ക് യു അണ്ണാ. നാളെ കാണൂലേ? തീർച്ചയായും എല്ലാ പരിപാടിയും കാണൂലേ? മാത്രമേ ഉള്ളൂ ഫാമിലി ആയിട്ട്. മനസ്സിലായി കുഴപ്പമില്ല. അണ്ണ എത്തിയാൽ മതി. ഓക്കെ ടാറ്റാ. അങ്ങനെ അവസാനത്തെ പരിപാടിയും കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഉറങ്ങാം. ഇനി ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഉറക്കം വരണില്ല ഗൈസ്. ഞാൻ എന്ത് ചെയ്യും? എക്സൈറ്റ്മെന്റ് കൊണ്ടാ 11 അയ്യോ എക്സൈറ്റ്മെന്റ് കൊണ്ടാണോ ടെൻഷൻ കൊണ്ടാണോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. പക്ഷെ എന്തോ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങളൊരു കാര്യം ആലോചിച്ചു കേസ്. നാളെ ഈ സമയത്ത് ഇവിടെ എൻ്റെ കൂടെ ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടാവും. എൻ്റെ ലൈഫിലെ റെസ്പോൺസിബിലിറ്റീസ് കൂടുകയാണ്. ഒരാൾക്കും കൂടെ ഉത്തരവാദിത്തം എൻ്റെ ആണ്. അപ്പോൾ എനിക്കറിയില്ല കേസ്. അപ്പോൾ ലൈഫ് നല്ല രീതിയിൽ മാറും. പക്ഷേ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലുണ്ട് എനിക്ക്. എന്താണെന്ന് അറിയില്ല. വർഷ ലൈഫിലേക്ക് കടന്നു വന്നതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് ഫീലാണ്. ഓ വാടി ഞാൻ ഇറങ്ങുവാണോ? ഓക്കെ അപ്പം പോയിട്ട് വാ. നാളെ കാണാം. നേരത്തെ എത്തിക്കോട്ടെ എന്നാലേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് വരണില്ലേ? എന്നാ നീ നേരെ മണ്ഡപത്തെത്തി പോയിട്ടോ. ഓ എടാ എവള് കിടന്ന് എനിക്ക് സത്യം പറയട്ടല്ല സ്വന്തമായിട്ടൊരു പെങ്ങളില്ലാത്തതിന്റെ ക്ഷീണം അവള് തീർത്ത്. എടാ എന്റെ ചെരുപ്പ് 2 റിസപ്ഷനും കല്യാണത്തിനുള്ളത്. അച്ഛന്റെ ഒരു ചെരുപ്പ് വർഷക്കുള്ള റിസപ്ഷനും കല്യാണത്തിനുള്ളത് എല്ലാം ഇവളാണ് എടുത്തോണ്ട് വന്നത്. എന്റെ ചക്കര കൊച്ചു. എന്നിട്ട് അത് കാരണം നോക്കടാ പാവത്തിനുള്ള ഡ്രസ് പോലും മാറാൻ പോയില്ല. മണ്ഡപത്തിൽ നോക്കിയപ്പോഴത്തേക്കും നല്ലൊരു പാർട്ടി വേറെ ഫുട്ടേജ് തന്നില്ല നീ എനിക്ക്. എയർ ഡ്രോപ്പ് ചെയ്ത് ഞാൻ കാണാം. ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് സംസാരിക്കുക. ഫുട്ടേജ് ഞാൻ ഒന്ന് എയർ ഡ്രോപ്പ് ചെയ്ത് എടുത്ത് ഇവളെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ വീണ്ടും വരാം കേസ്. ഉറക്കം വരണില്ലടാ എനിക്ക്. ഉറക്കം വരുമല്ലോ. ഇന്ന് രാത്രിയൊക്കെ നമ്മൾ നാളെ കല്യാണം കഴിക്കാൻ പോകുന്നുള്ള സമയത്തുള്ള ഇവിടുന്ന് ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്യും, ഇമാജിൻ ചെയ്യും. നാളെ വൈകുന്നേരം കാര്യങ്ങൾ ഇവർ വരുന്ന സമയത്തുള്ളത് ഇവിടുത്തെ ഫണ്ണായിട്ട് എല്ലാം നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്ത് കിടന്ന് നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വിളിപ്പിക്കും. എടാ നാളെ മുതൽ ഒരാൾ എൻ്റെ കൂടെ എപ്പോഴും ഇവിടെ കാണും. ഇനി നിന്റെ ലൈഫ് ലോങ് കംപ്ലീറ്റ് ഒരാളും കൂടെ കാണും. ഇതാണ് ഈ ശരിക്കുള്ള കമ്മിറ്റ്മെന്റ് എന്നൊക്കെ പറയണല്ലേ. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇത് ഒരിക്കലും നമുക്ക് ലൈഫിൽ ഇനി ഒരിക്കലും റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്നൊരു സാധനമല്ല ഈ ഒരു മൊമെന്റും കാര്യങ്ങളെല്ലാം. അതിനിടയിൽ കൂടെ എന്റെ ഡയറ്റ് മുടക്കാനായിട്ട് അവ അലുവയും കൊണ്ട് വന്നേക്കാണ്. അലുവ നല്ല സൂപ്പർ അലുവ കേട്ടോ. ഇത് ആദ്യമേ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം ഇവിടെ ഇത്രയും പേര് നിക്കുകയല്ലേ, 2.5 കിലോ അലുവ ആർക്കത്തെങ്കിലും അതിനെ പൊതിഞ്ഞ് മാറ്റി വെച്ചിട്ട് ആളിപ്പോ കുറഞ്ഞപ്പോ പുറത്തെടുത്താണ്. കൊള്ളാടാ നന്നായി. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ കല്യാണ തിരക്കുകളിലായിരിക്കും. രാവിലെ തന്നെ ഇടാൻ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുക ഗൈസ്. ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത്, എന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ അപേക്ഷിക്കുകയാണ്, എന്നെ അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടി. പുതിയൊരു
ജീവിതത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. ഒരു കൊച്ച് എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ വരികയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുക നിങ്ങളെല്ലാവരും. ഇനി വർഷയ്ക്ക് പുടവ കൊടുക്കണ 1-2 ചെറിയ ക്ലിപ്സ് ഉണ്ട്, അത് ഞാൻ ഇത് കഴിഞ്ഞിട്ടിട്ടേക്കാം. അപ്പോൾ ഇനി ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് നേരെ റെഡിയായി കല്യാണം കഴിക്കാൻ പോവാണ് ഗൈസ്. ഇത് പറയുമ്പോൾ എന്തോ പോലെ. ഭവാനി ഓക്കെ, നാളെ കാണാം. വർഷേ, ഇത് നിന്റെ ചേട്ടന്റെ വ്ളോഗിലേക്ക് വേണ്ടി എന്നോട് സ്പെഷ്യലി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ക്ലിപ്സ് എടുത്തോണ്ട് വന്നെന്ന്. കാർത്തി വർഷനെ കിട്ടിയിട്ടുണ്ട്. സെറ്റല്ലേ? ഹാപ്പി? നാളെ കല്യാണം കഴിക്കാൻ പോണേ? സരി മകരി മ പനി ദ പ മ പനി സരി മകരി സനി ദ പ മകരി.